ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. നഗരസഭ പ്രതിഷേധ സഭയാക്കി ജനപ്രതിനിധികളും ജീവനക്കാരും. നഗരസഭ പ്രതിഷേധ സഭയാക്കി ജനപ്രതിനിധികളും ജീവനക്കാരും. നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് നഗരസഭയിലെത്തിയ പൊതുജനങ്ങളും കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തോടെയാണ് ഭരണപ്രതിപക്ഷ ഉദ്യോഗസ്ഥ വ്യത്യാസമില്ലാതെ 3 വിഭാഗങ്ങളുമായുള്ള പ്രതിഷേധത്തിന് നഗരസഭ വേദിയായത്. ബസ് സ്റ്റാൻഡിലെ കടമുറികളുടെ ലേലം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിനായുള്ള അടിയന്തര കൗൺസിൽ യോഗമാണ് ഇന്നലെ ചേർന്നത്. യോഗം ആരംഭിച്ച് അജണ്ട വായിക്കുന്നതിന് മുൻപേ തന്നെ പ്രതിപക്ഷ കൗൺസിലർ PMA ജലീൽ കഴിഞ്ഞ മാസം അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ആരോപണവുമായി മുന്നോട്ട് വന്നു. എന്നാൽ ഏതൊക്കെ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് നഗരസഭ ആണെന്ന് പറഞ്ഞതോടെ ആരോപണം പ്രതിഷേധത്തിലേക്കും പോരുവിളിയിലേക്കും എത്തി. തുടർന്ന് PMA ജലീൽ കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചു. ഇത് അനുഗമിച്ച് UDF കൗൺസിലർമാരും ജലീലിന് പിന്തുണ നൽകി നടുത്തളത്തിൽ പ്രതിഷേധവുമായി എത്തി. പോര് മുറുകിയപ്പോൾ അധ്യക്ഷ കൗൺസിൽ പിരിച്ചുവിട്ടു. അതേസമയം നഗരസഭയ്ക്ക് മുന്നിൽ ജീവനക്കാർ പ്രതിഷേധം ആരംഭിച്ചു. UDF കൗൺസിലർമാർ സെക്രട്ടറിയെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും കൗൺസിൽ കൃത്യമായി നടക്കാത്തത് ജീവനക്കാരുടെ ജോലിയെ ബാധിക്കുന്നതായും ആരോപിച്ചുകൊണ്ടാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. ജീവനക്കാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഭരണപക്ഷവും മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു. UDF കൗൺസിലർമാർക്കെതിരെയായിരുന്നു ഇവരുടെ പ്രതിഷേധം. UDF കൗൺസിലർമാരുടെ ധിക്കാരം അവസാനിപ്പിക്കുക. UDF കൗൺസിലർമാരുടെ ധിക്കാരം അവസാനിപ്പിക്കുക. ഇല്ല ഇല്ല നടക്കില്ല. ഇല്ല ഇല്ല നടക്കില്ല. ഒറ്റപ്പാലത്ത് നടക്കില്ല. ഒറ്റപ്പാലത്ത് നടക്കില്ല. എണ്ണി എണ്ണി എട്ടായി.